അടിപൊളി അടാറ് ട്രേഡിന്റെ നിഫ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി ഒരു മാർക്കറ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് പൊതുവേ ആൾക്കാരൊക്കെ പറഞ്ഞത്. ചുരുക്കി നിങ്ങൾ നോക്കണ സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിഫ്റ്റി നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് താഴേക്ക് POCയുടെ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തെങ്കിൽ കൂടെ താഴെ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി. അവിടെ തന്നെ മിഡ് ക്യാപ്പ് അവിടെ തന്നെ കിടന്ന് കളിച്ചു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റും തന്ന ദിവസമായിരുന്നു. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അടിപൊളി അടാറ് ട്രേഡിംഗ് ഡേ ആയിരുന്നു നിഫ്റ്റിയുടെ സ്പോട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ നാളത്തേക്കുള്ള റിപ്പോർട്ടിലേക്ക് കടക്കാം. സോ അതിനു മുമ്പേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട്. പലരും ചോദിക്കാറുണ്ട് നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചിനെ കുറിച്ചൊക്കെ. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയാറുണ്ട്, മെന്റർഷിപ്പ് ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കരിയർ ഗ്രോത്ത് ചെയ്യുന്നവർക്ക്, ഒരു പ്രൊഫഷണൽ രീതിയിൽ ട്രേഡിംഗ് അപ്രോച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ബാച്ച് ചെയ്യുന്നത്. അതായത് സ്കാൽപ്പിംഗ് മെത്തേഡ് വന്ന് ചുമ്മാ വന്നിട്ട് എന്തെങ്കിലും ട്രേഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ചെയ്യണം. നിങ്ങളുടെ ലോസിനെ നമുക്ക് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല. എനിക്ക് 100% സക്സസ് റേറ്റ് പറയുന്നത് പറഞ്ഞാൽ ചെമ്മത്ത് നടക്കില്ല. സോ നമ്മൾ നോക്കിയാണ് നമ്മുടെ ട്രേഡിനെ, നമ്മുടെ ഇഷ്യൂസിനെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം, അതുവഴി നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് പ്രൊഫഷണൽ രീതിയിൽ മാർക്കറ്റ് പ്രൊഫൈലിനെ ഓർഡർ ഫ്ലോ യൂസ് ചെയ്ത് എങ്ങനെ ട്രേഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ലൈവിൽ നിങ്ങളെ എങ്ങനെ ഞാൻ മെന്റർ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ നോക്കി നമ്മൾ ട്രേഡ് എടുക്കും, എപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, എപ്പം ലോസ് നമ്മൾ കട്ട് ചെയ്യണം, എവിടെ വെച്ച് നമ്മൾ പുഷ് എടുക്കണം, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെന്റർഷിപ്പ് ബാച്ച് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബാച്ച് ഞാൻ എടുത്തു, 2 ബാച്ചായി, 3 ബാച്ചായി. അപ്പോൾ അതിനുശേഷം ഞാൻ വേറെ ബാച്ച് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ പുതിയൊരു ബാച്ച് ഈ വരാമെന്ന് ഡിസംബർ 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിലും കാണിച്ച നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ അതിന്റെ ഫീസ് ഞാൻ പറഞ്ഞു, ഫീസ് 40,000 rupees ആണ് ഇയർലി ബേർഡ് ഓഫറിൽ. അതിനുശേഷം നമ്മൾ ഡിസംബർ 22 ശേഷം ഓപ്പൺ ചെയ്യുന്നവർക്കാണെങ്കിൽ 50,000 rupees ആയി ഫീസ് വരുന്നത്. പലരും ചോദിക്കും, ഫീസ് ഇത്രയാണ് വരുന്നത് സാറേ, ഇത്ര രൂപ വരുന്നുള്ളൂ, 50,000 രൂപ. ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ 1000 രൂപ ലോസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ 40 ദിവസം നിങ്ങൾ ലോസ് ഉണ്ടാക്കിയാൽ 40,000 രൂപയായി. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ലോസ് ഉണ്ടാക്കുന്ന ഒരു ഫിഗർ നിങ്ങൾ ഇതിലേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു മെന്ററുടെ കീഴിൽ നിന്ന് പഠിക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേർത്ത് വൈൽ ആയിരിക്കും. നിങ്ങൾക്ക് അതിന്റെ കൂടെ ഞാൻ ഇപ്പം പറഞ്ഞു സാറേ, ഫീസ് റിക്കവർ എങ്ങനെ നമ്മൾ ആ കോസ്റ്റ്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫീസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഹെൽപ്പ് ഞാൻ ചെയ്യും. എങ്ങനെയാണ്? MCXന്റെ കോൾസ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. MCXൽ ഈ പോർഷൻസ് വാങ്ങൂ, ഇത് ഇത്ര രൂപ കയറുമ്പോൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഞാനൊരു പോർഷൻസ് പറഞ്ഞുതരും. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പറഞ്ഞു. അപ്പോൾ MCX വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് റിക്കവർ ചെയ്യാം. അപ്പം നിങ്ങൾ ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം, ഇന്ത്യൻ മാർക്കറ്റിനെ പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച് അതിലൊരു കരിയർ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രൊഫഷണൽ രീതിക്ക് അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തമ്മിലിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈലിന്റെ റിപ്പോർട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നമുക്കൊരു അപ്രോച്ചിലേക്ക് പോവാം. സോ നിങ്ങൾ നോക്കിയാൽ അറിയാം, മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ട് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 3 ദിവസം ഒരേ റേഞ്ച് ആയിരുന്നു. ഈ റേഞ്ച് ഒക്കെ പൊട്ടി ഇന്ന് വന്ന് ആ താഴേക്ക് ഇറങ്ങി. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കഴിഞ്ഞ ബുധനാഴ്ച വന്ന, ഇപ്പോഴും എന്നെ വായിന്ന് എപ്പോഴും വെള്ളിയാഴ്ച, കാരണം എപ്പോഴും ഞാൻ വ്യാഴാഴ്ച നിഫ്റ്റി എക്സ്പയറി ഇപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ചൊവ്വാഴ്ചത്തെ എക്സ്പയറി കഴിഞ്ഞതിന് ശേഷമുള്ള പുതിയ കോൺട്രാക്റ്റിൽ നമ്മളെ മാർക്കറ്റിന്റെ ആ ഒരു POC 13,973 എന്ന് പറഞ്ഞ ആ POCയുടെ ഭാഗത്തേക്ക് സപ്പോർട്ട് എടുത്ത് ആ ഭാഗത്തൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് POC നിൽക്കുന്ന 14,035 ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്ത് നമുക്ക് ഈ റെഫറൻസ് ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. മിഡ് ക്യാപ്പ് എന്താണ്? ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. ആ ചെറിയൊരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. തിരിച്ച് താഴേക്ക് ഇറങ്ങി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വന്നേക്കണം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. നമുക്ക് എനിക്ക് ആദ്യം ഒന്ന് POC തട്ടി താഴേക്കണം. ആദ്യം നമുക്ക് ഈ റെഫറൻസിലൊക്കെ താഴേക്ക് കൊണ്ടുവന്നിട്ട് POCയുടെ കാര്യത്തിലേക്ക് മാറ്റാം. സോ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ POC നിൽക്കുന്നത് 14,036 ഭാഗത്തെ POC. അപ്പോൾ ഞാൻ ആ POC ഒന്ന് മാറ്റി വയ്ക്കാം. 14,036 എന്ന് പറഞ്ഞ ആ POCയുടെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിനെ കൊണ്ടുവന്നു. ഇനി എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി 14,080 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. കാരണം നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക.
14,080 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 14,120 നമ്മൾ ആ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന ഭാഗത്തേക്ക് ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് അടുത്ത സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 14,155, തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,200. ഇതായിരിക്കും നമുക്ക് നാളത്തേക്കുള്ള മിഡ് ക്യാപിറ്റൽ ലെവൽ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നാളത്തേക്കുള്ള മിഡ് ക്യാപിറ്റൽ ലെവൽ വരുന്ന ഇതാണ്. ഇനി നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് 13,937 താഴെ മാത്രമേ ഞാൻ സെല്ലിംഗ് എടുക്കുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ട്രെൻഡ് വന്ന ദിവസത്തെ വാല്യൂ ഏരിയ ലോ ആണ്. അതൊരു സപ്പോർട്ടീവായിട്ട് വേണമെങ്കിൽ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ 937 താഴെ മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ എങ്ങോട്ട് പോകും? 13,888 ഭാഗത്തേക്ക്, 13,888 ഭാഗത്തേക്ക് പോവാം. 888 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് അടുത്തെന്ന് പറഞ്ഞാൽ 13,848 ഭാഗത്തേക്ക്, 848 ഭാഗത്തേക്ക്, 13,848 ഭാഗത്തേക്ക് വരാം. ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,800 എന്ന് പറഞ്ഞ ആ നമ്പറിന്റെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ 13,937 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു റെഫറൻസ് ലെവലൊക്കെ ആക്റ്റീവായി താഴേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ റെഫറൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. 5 മിനിറ്റ് ചാർട്ട് നോക്കിയിട്ട് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ലായി. തിരിച്ച് നമുക്ക് കൃത്യമായി പറയണമെങ്കിൽ റെഫറൻസ് ലെവലൊക്കെ പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്നൊരു ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു എല്ലാവർക്കും. അപ്പം നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയെ നോക്കാം. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് തിരിച്ച് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തു. ഇതും കണ്ടത് കഴിഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ച വന്ന ആ ബി പീരീഡിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട് എടുത്തവർ തന്നെ നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ POC 59,464 ഭാഗത്താണെങ്കിൽ അപ്പം ആദ്യം ഈ POC ഒന്ന് താഴേക്ക് കൊണ്ടുവരാം. 59,464 ആണ് POC. അതിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേറിഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി 59,200 താഴെ മാത്രമേ ഒരു ബേറിഷ് എടുക്കുന്നുള്ളൂ. എത്രയാണ്? 59,200 താഴെ മാത്രമേ ഞാൻ ഒരു ബേറിഷ് ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതാണ് 59,033 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 59,033 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 58,959 ഭാഗത്തേക്ക്. എത്രയാണ്? 58,959 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 58,764. എത്രയാണ്? 58,764. നമ്മളെ ആ ദിവസത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ 58,764 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 59,200 പൊട്ടുകയാണെങ്കിൽ 59,033, 58,959 അടുത്തടുത്തുണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ ഈ 58,764 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബൈങ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് 59,835 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നുള്ളൂ. 59,835 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ ഫസ്റ്റ് 59,952 ഭാഗത്തേക്ക് പോകും. അതാണ് 59,952, 59,952 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 60,067, നമ്മളെ പഴയ ടാർഗറ്റ് 60,067 ഭാഗത്തേക്ക് വരാം. തേർഡ് എന്ന് പറയുമ്പോൾ 60,230 ഭാഗത്ത്, 60,230 ഭാഗത്തേക്ക് മാറ്റി. എനിക്ക് പറയുന്നത് ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള നാളത്തേക്കുള്ള റെഫറൻസ് ലെവലുകൾ. കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്യുക. അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി. തമ്മിൽ ഭേദം തൊമ്മെന്ന നിഫ്റ്റി കിടിലൻ ട്രേഡാണ്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് കിട്ടിയ ദിവസമായിരുന്നു. അടിപൊളി അടാറ് ട്രെയിനിന്റെ നിഫ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ഇന്നത്തെ POC ഒന്ന് പൊക്കിക്കൊണ്ടുവരാം. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്, ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഒരു ബി ഷേപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഷേപ്പ് ഒക്കെ ബി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറില്ല. ഇറ്റ്സ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ. POCയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു. 26,060 ആണ് നമ്മളെ POC. ഇപ്പൊ നമുക്ക് ആദ്യം POC തട്ടി താഴെ കൊണ്ടുവരാം. 26,060 ഭാഗത്തേക്ക് POC കൊണ്ടുവന്നു. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് ആദ്യം മാർക്ക് ചെയ്യുക. 26,140 ഞാൻ ബുള്ളിഷ് റെഫറൻസ്. 26,140 മുകളിൽ നിങ്ങൾക്ക് വീണ്ടും നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ POC ഇന്നലത്തെ 26,185 ഭാഗത്തേക്ക് പോകും. 26,185. സെക്കൻഡ് എന്ന് പറയുമ്പോൾ 26,224 ഭാഗത്തേക്ക്. എത്രയാണ്? 26,224, 26,224 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 26,286. എത്രയാണ്? 26,286 ഭാഗത്തേക്ക്. അതൊരു വാല്യൂ ഏരിയ ഹൈ ആണ്. 26,286 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 26,140 മുകളിൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 25,992 താഴെ സെല്ലിംഗ് എടുക്കുക. എത്രയാണ്? 25,992
90 താഴെ നിങ്ങൾക്ക് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരും? 940 ഭാഗത്തേക്ക് വരാം. 25,940 25,940 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് 25,890 എത്രയാണ്? 25,890 ഭാഗത്തേക്ക് വരാം. 25,890 ഭാഗത്തേക്ക് 25,890 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ ഒരു ലോ, അതായത് 25,846 25,846 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും നാളത്തേക്കുള്ള റെഫറൻസ് ലെവല് ആണല്ലോ. അപ്പം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവരും വീഡിയോ കാണുക, ലെവൽ മാർക്ക് ചെയ്യുക, അതനുസരിച്ച് കൃത്യമായ രീതിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പലരും സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെയാണ് സ്റ്റോക്സിലെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ലെവലൊക്കെ വരയ്ക്കണം. സ്വിംഗ് ട്രേഡിങ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയായി നിങ്ങൾക്ക് റേഞ്ചിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമ്മൾ പൊസിഷൻ എടുത്താലും ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗൺ ഒക്കെ ഫാൾസ് ആയിട്ട് തന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് ദയവായിട്ട് വീക്കിലി പ്രൊഫൈലിന്റെ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ സേഫ്റ്റി കിട്ടും. നമുക്ക് എപ്പോഴും സേഫ്റ്റി മുഖ്യം ബിഗിലി എന്ന് പറയുന്ന പോലെ ആ ഒരു സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മാത്രം കൃത്യമായി എല്ലാവരും കൃത്യമായ ലെവൽ ഒന്ന് വാച്ച് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് കിട്ടും. കൃത്യമായ ലെവൽ ഫോളോ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ കൂടുതൽ എന്തെങ്കിലും അറിയണം, മെന്ററിങ്ങിനെ കുറിച്ച് ബാക്കി എല്ലാം അറിയണമെങ്കിൽ വീഡിയോ കൊടുത്തേക്കുന്ന തമിഴിൽ കൊടുത്ത നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.